ഹലോ, വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബോൺലെസ് ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഞാനിവിടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഇവ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ ചേർത്ത ചിക്കൻ നമുക്കൊരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നീളത്തിൽ ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ എത്ര അളവുണ്ടോ അതനുസരിച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. സവാള ചെറുതായി ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ശേഷം സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടു വരാൻ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ജർമ്മനിയിൽ കിട്ടുന്ന തക്കാളി നമ്മുടെ നാട്ടിലെ പോലെ അത്യാവശ്യം പുളിയൊന്നും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളർ ചെറുതായി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിന് നന്നായി ചിക്കൻ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ചിക്കനിലെ വെള്ളം മസാലയിലേക്ക് ഇറങ്ങുന്നതിനായി ഇത് അല്പനേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിലെ വെള്ളം
മസാലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, എന്നാലും ആവശ്യത്തിന്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു മുകളിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.